ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവി കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക. നിങ്ങളുടെ മകൾ ദേവീനെ ഇന്ന് നഷ്ടപ്പെട്ട ദിവസമാണ്. എൻ്റെ ആനന്ദേട്ടൻ എന്നെ ഇന്ന് പൂർണ്ണമായിട്ടും വെറുക്കും. പിന്നെ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. എനിക്ക് ആരോടും വെറുപ്പുമില്ല. ഞാനിവിടുന്ന് പോവുക എന്നും പറഞ്ഞ് ദേവി വാതില പുറത്തുനിന്ന് പൂട്ടിയിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. അത് കാണുമ്പം ഉദയഭാനും ശ്രീകലയും കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഉദയേട്ട കണ്ടില്ലേ, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മോള് പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ? അവൾ ഗർഭിണിയല്ല എന്ന് ആനന്ദ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ജീവിച്ചിരിക്കില്ലെന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം എന്ന് ചോദിക്കുക. ഉദയഭാനു പറയും, എനിക്ക് മനസ്സിലായി ശ്രീകലെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മുടെ മകള് മനസ്സുകൊണ്ട് എല്ലാവരും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അവൾക്ക് നല്ലതേ വരുള്ളൂ എന്നൊക്കെ ഉദയഭാനും പറയാം. അങ്ങനെ രണ്ടുപേരും അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ബാലനാണെങ്കിൽ കടയിലോട്ട് കയറി ചെല്ലുക. കടയിലേക്ക് ചെല്ലുമ്പം തന്നെ രാമേട്ടൻ ചോദിക്കും, എടാ ബാല, എന്തായി കാര്യങ്ങളൊക്കെ? നീ ആ ഫ്രോഡ് ഉദയഭാനുവിൻ്റെ കാര്യങ്ങളൊക്കെ ഗോമതിനും മക്കളെ അറിയിച്ചോ എന്ന് ചോദിക്കുക. ഞാനൊന്ന് അകത്തോട്ട് കയറട്ടെ രാമേട്ട, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറയണേ. അപ്പോൾ രാമേട്ടൻ പെട്ടെന്ന് കട തുറക്കും. എന്നിട്ട് അകത്തേക്ക് ചെല്ലുക. എന്തായി? ആനന്ദാകെ തകർന്നു പോയി കാണുമല്ലേ? ഗോമതി പിന്നെ അവൾ കരഞ്ഞു കാണും ഒരുപാട്. അതിനതല്ലേ അറിയത്തുള്ളൂ. ഇങ്ങനെയുള്ള ചതിയും വഞ്ചനയൊന്നും കേൾക്കാനുള്ള ത്രാണിയൊന്നും അതിൻ്റെ മനസ്സിനില്ല. കട്ടിയില്ലാത്ത മനസ്സാ. എന്തായാലും അവൾ ഒത്തിരി കരഞ്ഞു കാണും. പിന്നെ മീനാക്ഷിയും ഇത്രയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് അവർ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവും, അല്ലേടാ ബാല എന്ന് രാമേട്ടൻ ചോദിക്കണം. അപ്പം ബാലൻ പറയും, അങ്ങനെയൊന്നും. നീ എന്താ പറഞ്ഞു വരുന്നേ? ആനന്ദിൻ്റെ തകർച്ച നിനക്കാകെ സങ്കടമാക്കി കാണും. അതാണോ അവനിന്ന് കടയിലോട്ട് പോലും വരാത്തത്? എന്തു പറ്റി അവനാകെ തകർന്നു പോയി കാണും അല്ലേ? ആ ദേവിയെ അത്രയേറെ സ്നേഹിച്ചതല്ലേ? അവളുടെ വീട്ടുകാരിൽ നിന്നും അവളിൽ നിന്നുമുള്ള ഇങ്ങനൊരു ചതി അവന് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവത്തില്ല എന്ന് രാമേട്ടൻ പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാലൻ പെട്ടെന്ന് ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് രാമേട്ടൻ്റെ കയ്യിലോട്ട് കൊടുക്കും. നീ എന്നെ കളിയാക്കുവാണോ? ഞാൻ ചോദിച്ചതിനൊന്നും നീ മറുപടി പറയുന്നുമില്ല, എൻ്റെ നേരെ ചോക്ലേറ്റ് നീട്ടുന്നോ എന്ന് ചോദിക്കാം. അതെ രാമേട്ട, സന്തോഷമുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ അല്പം മധുരം കഴിക്കുന്നത് നല്ലതാ, അതുകൊണ്ടാണ് ഞാനിത് തന്നത്. സന്തോഷമുള്ള കാര്യങ്ങളോ? ആ ഫ്രോഡ് ഉദയഭാനുവിനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയ സന്തോഷത്തിലാണോ നീ എനിക്ക് ചോക്ലേറ്റ് തരുന്നത് എന്ന് ചോദിക്കുക. അതൊന്നും അല്ല, അതിലും വലിയ സന്തോഷമാണ് എന്ന് പറയാം. അതിലും വലിയ സന്തോഷമോ? അതെ, ഞാൻ ഒരു മുത്തശ്ശനാവാൻ പോവുക. ആഹാ, നീ മുത്തശ്ശനാവാൻ പോവാണോ? ആർക്കാടെ വിശേഷം? മീനാക്ഷിക്കാണോ എന്ന് ചോദിക്കുക. ദേവി ഒരു അമ്മയാവാൻ പോവുക. ആഹാ, അതെന്തായാലും നല്ല വാർത്ത തന്നെയാ. അങ്ങനെ ആനന്ദ് ഒരു അച്ഛനാവാൻ പോവുക അല്ലേ എന്ന് ചോദിക്കുക. ഇക്കാര്യം അറിഞ്ഞതുകൊണ്ട് നീ ഉദയഭാനുവിനെ പറ്റി ഒന്നും വീട്ടിൽ പറഞ്ഞു കാണത്തില്ലായിരിക്കും അല്ലേ എന്ന് അപ്പം രാമേട്ടൻ ചോദിക്കുകയാണേ. അപ്പം ബാലൻ പറയും, അതെ, ഞാനൊന്നും പറഞ്ഞില്ല. അത് നല്ലതാണോടാ? കാര്യം ദേവി അമ്മയാവാൻ പോകുന്ന സന്തോഷ വാർത്ത തന്നെയാണ്. ആനന്ദ് അച്ഛനാവാൻ പോകുന്നതിൽ പല സന്തോഷം നമുക്ക് വേറെ ഒന്നും ഇല്ലതാനും. എങ്കിലും ഇതിൻ്റെയൊക്കെ മറവിൽ ആ ഉദയഭാനു എന്ന് പറയുന്ന ഫ്രോഡ് പിന്നെയും വളർന്നുകൊണ്ടിരിക്കുമല്ലേ എന്ന് ചോദിക്കുക. അതൊക്കെ എനിക്ക് അറിയാം രാമേട്ട. ഈ സന്തോഷത്തിൻ്റെ ഇടയിലേക്ക് ഞാൻ എങ്ങനെ ഈ കാര്യങ്ങൾ കൂടി പറയുന്നതെന്ന് ഓർത്തിട്ടാ ഞാൻ പറയാനായിട്ട് തന്നെ വീട്ടിലേക്ക് രണ്ടും കൽപ്പിച്ച് കയറി ചെന്നപ്പം അവിടെ ആ ശ്രീകലയും ഉദയഭാനും ഉണ്ട്. അവർ ഈ കാര്യം പറയാനായിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ അവരെ പറ്റിയും കൂടി പറഞ്ഞ് ആ സന്തോഷം കളയണ്ടാന്ന് ഞാൻ കരുതി. എങ്കിലും പറയുക തന്നെയല്ലേ നല്ലത്. ദേവിയെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അവളെ എന്തായാലും ആനന്ദിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാനും പോകുന്നില്ല. അല്ലെങ്കിലും നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ ആനന്ദ് അവളെ ഉപേക്ഷിക്കുമോ? ഒരിക്കലുമില്ല. അത്രയ്ക്ക് സ്നേഹത്തിലല്ലേ അവർ കഴിയുന്നത്. അങ്ങനെയുള്ളപ്പം ദേവിയോടല്ലല്ലോ നമ്മൾ ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ. അവളുടെ അച്ഛൻ നമ്മളോട് ചെയ്ത ചതിയല്ലേ, അത് അറിയിക്കുക തന്നെയല്ലേ നല്ലത്. അല്ലെങ്കിൽ വീണ്ടും ദേവമംഗലത്തിൽ അയാളും അയാളുടെ ഭാര്യയും കൂടി അധികാരം സ്ഥാപിക്കാനായിട്ട് വേണമെങ്കിൽ വരും എന്ന് ചോദിക്കാം. ഇനി ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്ന രാമേട്ടന് തോന്നുന്നുണ്ടോ? ഇപ്പം കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ. അതുകൊണ്ട് തന്നെ അയാളുടെ ഒരു കളിയും എനിക്ക് മുന്നിൽ നടക്കുകയല്ല. ഇന്ന് തന്നെ വീട്ടിൽ വന്ന് എന്ത് പെർഫോമൻസ് ആണെന്ന് അറിയാവോ? 150 ഏക്കർ ഓറഞ്ച് തോട്ടം അങ്ങ് കൂർഗിൽ, പിന്നെ 50 ഏക്കർ തോട്ടം വേറെ മൈസൂരിൽ. എന്തൊക്കെയാണ് അയാൾ പറഞ്ഞതെന്ന് അറിയാവോ? എല്ലാം കള്ളത്തരമാണെന്ന് എനിക്കറിയാം. എങ്കിലും അയാളുടെ പറച്ചിൽ കേൾക്കണം. ആരും വിശ്വസിച്ചു പോകും. ആ രീതിയിലല്ലേ തള്ളി മറിക്കുന്നത്. അതുമാത്രമോ, അടുത്തുള്ളവരെല്ലാം അയാളെ കുമ്പിട്ട് നിൽക്കുന്ന രീതിയിലാണ് അയാളുടെ സംസാരം എന്നൊക്കെ ബാലൻ പറയാണ് കേട്ടോ. എന്തായാലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. ഇന്നലെ തന്നെ ഞാനൊരു ഡോസ് കൊടുത്താ വിട്ടിരിക്കുന്നത്. എന്ത് ഡോസ്? അതൊക്കെ ഉണ്ട്. അതിൽ കിടന്ന് അയാൾ ഉരുകിക്കോളും. ഇനി ഇടയ്ക്കിടയ്ക്ക് ആ ഡോസ് കൂട്ടി ഞാൻ അങ്ങോട്ട് കൊടുക്കും എന്ന് രാമേട്ടനോട് ബാലൻ പറയുവേ. ഈ
പൂച്ച എലീനെ ഇട്ട് കളിപ്പിക്കുന്ന രാമേട്ടൻ കണ്ടിട്ടില്ലേ? അതുപോലെ എനിക്ക് മുന്നിൽ കിട്ടിയ എലിയാണ് ആ ഉദയഭാനു. എനിക്കും വേണ്ട ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ രസം. അയാളെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി കളിപ്പിച്ച് ഞാൻ ഇച്ചിരി സന്തോഷിക്കട്ടെ എൻ്റെ രാമേട്ട എന്ന് ചോദിക്കുക. നീ ആയതുകൊണ്ട് എനിക്ക് അത്ര വിശ്വാസം പോരാ ബാല എന്ന് പറയാം. നിന്റെ മനസ്സ് എനിക്കറിയാലോ. അങ്ങനെ ഒരാളെ അധികമായിട്ട് ദ്രോഹിക്കാനൊന്നും നിനക്ക് സാധിക്കില്ലെന്ന് പറയാം. ഇത് ദ്രോഹമല്ലല്ലോ, ഞാനൊന്ന് രസിക്കുന്നതല്ലേ. അതും എന്നോട് ഇത്രയും വലിയ ചതി ചെയ്തവരെ ഒന്നും വെറുതെ വിടാനുള്ള വിശാല മനസ്കതയൊന്നും ഈ ബാലനില്ല. അത് രാമേട്ടനും അറിയാലോ എന്ന് അപ്പം രാമേട്ടനോട് ബാലൻ ചോദിക്കുക. അതൊക്കെ എനിക്കറിയാം, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് ഇപ്പം പറയണം കേട്ടോ. അതേസമയം നമ്മുടെ ദേവീനെയും കൂട്ടിക്കൊണ്ട് ആനന്ദ് ആശുപത്രിയിലേക്ക് എത്തുകയാണ്. ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പം ദേവിയോട് പറയും, വേഗം ഇറങ്ങുക, സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം, പിന്നെ ഒത്തിരി താമസിക്കുകയൊന്നുമില്ല. ഞാനിവിടെ നേരത്തെ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് നിന്നെ കൂട്ടാൻ അങ്ങോട്ട് വന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഡോക്ടറെ കയറി കാണാം എന്ന് ദേവിയോട് പറയാം. അപ്പം ദേവി ആകെ ഉരുകി ഒലിച്ചാട്ടോ ആനന്ദിൻ്റെ കൂടെ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറി പോകുന്നത്. അപ്പോൾ ഡോക്ടറുടെ ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുമ്പം തന്നെ ഡോക്ടർ രണ്ടുപേരോട് ഇരിക്കാനൊക്കെ പറയാം. അതിനുശേഷം ഡോക്ടർ ചോദിക്കും, LMD ഡേറ്റ് എന്നായിരുന്നു? അപ്പോൾ ദേവിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ആനന്ദും ഡോക്ടറുടെ മുഖത്തോട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഡോക്ടർക്ക് മനസ്സിലാവും അവർക്ക് കാര്യം മനസ്സിലായില്ലെന്ന്. അപ്പോൾ പറയും, ലാസ്റ്റ് മെൻസസ് ഡേറ്റ് അതെന്നായിരുന്നു എന്നാണ് ചോദിച്ചത്. അത് പറഞ്ഞു കൊടുക്ക് ദേവി എന്ന് ആനന്ദ് പറയേ. അപ്പോൾ ദേവി പറയും, നവംബർ 26 എന്ന് പറയാം. ഓ, നവംബർ 26 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പം 4 വീക്ക് ഗ്രോത്ത് ആയിട്ടുണ്ടാവും കുഞ്ഞിന് എന്ന് ഡോക്ടർ പറയും. അയ്യോ അല്ലല്ല, ഒന്നും കൂടി നോക്കട്ടെ. ഇല്ലില്ല, 6 വീക്ക് ആയിട്ടുണ്ട്. നിങ്ങൾ കാർഡ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുവേ. അപ്പം ദേവി പറയും, ഇല്ല. അപ്പം ആനന്ദ് പറയും, ഞങ്ങൾ ഒരു ടെസ്റ്റ് നടത്തിയില്ല ഡോക്ടർ. സാധാരണ കാണുന്ന ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായി. അങ്ങനെയാ പ്രഗ്നൻസി ആണോ എന്ന് ഡൗട്ട് തോന്നിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ആനന്ദ് പറയും. അത് സാരമില്ല, നമുക്ക് ബ്ലഡ് ടെസ്റ്റ് തന്നെ നടത്തി നോക്കാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പം കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ സ്കാൻ ചെയ്യേണ്ട കാര്യമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്കാനും കൂടി ചെയ്ത് നോക്കിയേക്കാം. ഞാൻ എന്തായാലും ടെസ്റ്റിന് എഴുതി തരാം എന്ന് പറഞ്ഞ് ടെസ്റ്റ് എഴുതി നേഴ്സിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നേഴ്സ് ദേവിനെയും കൂട്ടി പുറത്തോട്ട് പോവുക. അപ്പോൾ ആനന്ദ് ദേവിയോട് പറയും, പോയിട്ട് വാ, ഞാനിവിടെ നിൽക്കാം എന്ന് പറയണം. അപ്പം ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാനായിട്ട് ആനന്ദും പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അതേസമയം നമ്മുടെ ഹണിമൂൺ കപ്പിൾസ് ഉണ്ടല്ലോ, അവരവിടെ വളരെ സന്തോഷത്തോടു കൂടി വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ധർമ്മ മനസ്സിൽ പറയും, എന്ത് പറഞ്ഞിട്ടും ഇവളുടെ അടുത്ത് അങ്ങ് ഏൽക്കുന്നില്ലല്ലോ, ഇത് കുറച്ച് സാഹിത്യമായാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുകന്യോട് പറയും. അതേ സുകന്യെ, ജീവിതം ഒരു വിഭജിക്കുകയാണ്. അപ്പം സുകന്യ അന്തം വിട്ട് നോക്കുക. അതായത് ജീവിതത്തിൻ്റെ 2 ധ്രുവങ്ങളിൽ ജീവിച്ച 2 പേര്, അവർ ഒന്നായി പോകുന്ന ഒരു അനുഭൂതിയാണ് ഈ ദാമ്പത്യം എന്ന് പറയുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാൻ നിന്റെ ജീവിതത്തിൽ ആദ്യം കാണുന്ന ആ കല്യാണ മണ്ഡപത്തിൽ വെച്ചാ. അതിനു മുന്നോ പിന്നെയോ ഒന്നും എനിക്ക് നിന്നെ പരിചയം പോലുമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വ്യക്തിയായി നീ ഇപ്പം മാറിയേക്കുക. അതാ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ജീവിതം എന്ന് പറയുന്ന ഒരു വിഭജികയിലെ വെറും ഒരു അഭിനേതാക്കൾ മാത്രമാണ് നമ്മൾ എന്ന് പറയാം. അന്നേരം പെട്ടെന്ന് സുകന്യ പറയും, എന്തൊക്കെയാ ധർമ്മേട്ടൻ ഈ പറയുന്നേ? അല്ല, മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. ഇത്രയും ഊള സാഹിത്യം ഞാൻ അടുത്തെങ്ങും കേട്ടിട്ടില്ല. എന്താ ഉദ്ദേശിച്ചേ എന്ന് വീണ്ടും ചോദിക്കുക. അതായത് നിനക്ക് സാഹിത്യബോധമില്ലായിരുന്നു അല്ലേ സുകന്യെ? എനിക്ക് സാഹിത്യബോധമില്ലാഞ്ഞിട്ടല്ല, ധർമ്മേട്ടൻ്റെ കൂട്ടി ഇതുപോലത്തെ സാഹിത്യം എനിക്കെന്തായാലും മനസ്സിലാവത്തില്ല. ഓ, അപ്പോൾ ഇവക്ക് സാഹിത്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പിടികിട്ടില്ല, എങ്കിൽ നേരെ തന്നെ പറയാം എന്ന് പറഞ്ഞ നമ്മുടെ സുകന്യയോട് ധർമ്മം പറയും, അതേ സുകന്യെ, നമ്മൾ 2 പേരും ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള നമ്മൾ ഒരുമിച്ചൊരു കുടുംബജീവിതം ഇപ്പം ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഞാൻ അതിനെപ്പറ്റിയാണ് സംസാരിച്ചേ എന്ന് പറയാം. ഓ, അതായിരുന്നോ? ഞാൻ കരുതി ഇനി വേറെ വല്ലതും ആയിരിക്കും ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ പെട്ടെന്ന് സുകന്യ പറയേ. പെട്ടെന്ന് അവിടേക്ക് ഒരു കാറ് വരികയാണ്. അപ്പോൾ ആ കാറിൽ നിന്ന് ഇറങ്ങുന്ന ആളെയും കാണുമ്പം സുകന്യ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് സുകന്യ നമ്മുടെ ധർമ്മം കാണാതെ അവിടെ നിന്ന് മാറിപ്പോവാണ്. അപ്പം ആ കാറിൽ നിന്ന് വന്ന ആള് കൂളിംഗ് ഗ്ലാസ് ഒക്കെ കറക്കി ധർമ്മൻ്റെ അടുത്തേക്ക് വരിക. എന്നിട്ട് ചോദിക്കും, ഹണിമൂൺ കപ്പിളാണല്ലേ എന്ന് ചോദിക്കും. അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, മുഖത്തെ ഈ പ്രസരിപ്പൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യുക എന്ന് പറയാം. ഓ, താങ്ക് യു സാർ എന്ന് അപ്പം ധർമ്മൻ ആ വന്നയാളോട് പറയേ. എന്നിട്ട് അയാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോവുക. പെട്ടെന്ന് സുകന്യനെ തിരിഞ്ഞ് നോക്കുമ്പം ധർമ്മൻ സുകന്യനെ കാണുന്നില്ല. ഇവളിത് എവിടെ പോയി? ഇത്രയും നേരം ഇവിടെ നിന്നതാണല്ലോ എന്നോട് തർക്കുത്തരവും പറഞ്ഞുകൊണ്ട്, ഇതെവിടെ പോയി എന്നും പറഞ്ഞ് സുകന്യയെ എന്നും വിളിച്ചുകൊണ്ട് ധർമ്മൻ അവിടെ എല്ലാം നോക്കുവാണ് കേട്ടോ. പക്ഷെ സുകന്യയുടെ പൊടി പോലും കാണാൻ കിട്ടത്തില്ല. അതേസമയം നമ്മുടെ വീട്ടിൽ ഗോമതിയും മീനാക്ഷിയും ഇത്രയും കൂടി ദേവീനെ
ആനയിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക. അപ്പോൾ ഗോമതി പറയും, സമയം എത്രയായി, ഇവർ പുറപ്പെട്ട് കാണില്ലേ ഇത്രയും നേരമായിട്ടും എന്നൊക്കെ ചോദിക്കുക. അല്ല, വൈകി പുറപ്പെട്ടാലും മതി, 1.5 മണിക്കൂർ വരെ എന്നും രാഹുകാലമുണ്ട്, അതോട് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് ഞാൻ ആനന്ദിനോട് പറഞ്ഞതാ. ഇനി അവൻ മറന്നുപോയി കാണുമോ എന്തോ, എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഗോമതി ആനന്ദിനെ വിളിക്കുക. ആനന്ദേ, എടാ നിങ്ങൾ ഇറങ്ങിയോ? ഇല്ലമ്മേ, ഇറങ്ങാറാവുന്നേ ഉള്ളൂ എന്ന് പറയാം. അതെയോ, ഇറങ്ങിയില്ലേ ഇറങ്ങണ്ട, 1.5 മണിക്കൂർ കൂടി രാഹുകാലമുണ്ട്, അതോട് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറയാം. അല്ല, നീ എങ്ങനെയാ വരുന്നേ? ഞാൻ ബൈക്കിലല്ലേ അങ്ങോട്ട് പോയേ, ഞങ്ങൾ ബൈക്കിൽ തന്നെ തിരിച്ചും വന്നോളാം എന്ന് ഗോമതിയോട് ആനന്ദ് പറയും. എന്ത്, ബൈക്കിൽ പോവാനോ? നീ എന്ത് മണ്ടത്തരവാടാ ഈ പറയുന്നേ? നിനക്കൊന്നും അറിയില്ലേടാ ആനന്ദേ, ഈ സമയത്ത് ബൈക്കിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല, ദേവിയുടെ ദേഹം അങ്ങനെ ഇളക്കാനൊന്നും പാടില്ല, അതുകൊണ്ട് നീ ഒരു ടാക്സി വിളിച്ചിങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാം. ശരി അമ്മേ. അതെ, ഞാനൊരു കാര്യം പറയാം, ഇപ്പോഴേ ഒന്നും തയ്യാറാക്കി വെക്കൊന്നും വേണ്ട, ഞാൻ വിളിച്ചിട്ട് അമ്മ ആരതി ഒഴിയാനുള്ള തട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി. അതെന്ത് വർത്തമാനോ നീ പറയുന്നേ? ദേ, ഞാനും എൻ്റെ മക്കളും കൂടി ഇവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുക, പായസവും ആരതി ഒഴിയാനുള്ള തട്ടും എല്ലാം റെഡിയാ, ഞങ്ങളിവിടെ തിണ്ണേ തന്നെ ഇരിക്കുക, നിങ്ങൾ വരുന്നതും കാത്ത്. ഇനി ദേവി ഇങ്ങോട്ടൊന്ന് വന്നാൽ മതി. നീ എന്താ അങ്ങനെ പറഞ്ഞത്? നീ പറഞ്ഞിട്ടെല്ലാം റെഡിയാക്കിയാൽ മതി എന്ന്. അത് വേറൊന്നും കൊണ്ടല്ലമ്മേ, ഇപ്പോഴേ തയ്യാറാക്കി വെക്കണ്ട എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാനും ദേവിയും ഇറങ്ങുമ്പം വിളിക്കാം, അപ്പം നിങ്ങൾ തയ്യാറായിട്ട് നിന്നാൽ മതി, അതുപോരെ? അങ്ങനെ. നീ എന്താ ഈ പറയുന്നത്? അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം, ഇപ്പം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി, എനിക്ക് ദേവീനെ കാണാൻ കണ്ണ് തുടിക്കുക എന്ന് ഗോമതി പറയാണ് കേട്ടോ. അപ്പം മീനാക്ഷി അടുത്ത് വന്ന് പറയാം, അമ്മേ ഫോണിങ് തന്നെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയുമ്പം ആനന്ദ് പെട്ടെന്ന് കട്ട് ചെയ്യുവേ. അവൻ വെച്ചു എന്ന് പറയാം. സാരമില്ല അമ്മേ, അവരിങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ എന്ന് മിത്രയപ്പം മീനാക്ഷിയോടും ഗോമതിയോടും കൂടി പറയാം. അതെ, അവനെന്തോ ഒരു ടെൻഷൻ പോലെ സംസാരിച്ചപ്പം അപ്പം മീനാക്ഷി പറയും, ടെൻഷൻ ഇല്ലാതിരിക്കുമോ, ദേവിയടുത്തി ഒരമ്മയാവാൻ പോവല്ലേ, അപ്പം ആനന്ദേട്ടൻ ഒരു അച്ഛനും, അതിൻ്റെ സന്തോഷം കൊണ്ട് ടെൻഷൻ ആവുന്നേ, അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറയാണ്. അപ്പോൾ ആനന്ദ് അതേസമയം വളരെ സങ്കടത്തോടു കൂടി ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുക. എന്നാലും ഇവള് പ്രഗ്നൻ്റ് ഒന്നും അല്ലെങ്കിൽ എങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരോട് ഈ കാര്യം പറയും? എൻ്റെ അമ്മയുടെയും പെങ്ങന്മാരുടെയും സന്തോഷം കണ്ടില്ലേ, അവരെത്ര മാത്രമാണ് ഈ ഒരു കാര്യത്തിനായിട്ട് കാത്തിരുന്നതെന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നത്. അത്രയേറെ സന്തോഷമാണ് എൻ്റെ അച്ഛനും. അതെ, അങ്ങനെയുള്ളപ്പം ഞാൻ എങ്ങനെയാണ് ദേവിയുടെ മുഖംമൂടി അവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നത്? അത് അറിഞ്ഞാൽ അത് താങ്ങാനുള്ള ശക്തി അവർക്കുണ്ടാവുമോ? ഇവള് എന്നെ ഇനിയും ചതിച്ചതാണെങ്കിൽ ഇനി ദേവിയോട് ഒരിക്കലും ക്ഷമിക്കാൻ ഈ ആനന്ദിന് സാധിക്കില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്തായാലും ഇനിയൊരു ചതി അത് ഈ ആനന്ദ് അംഗീകരിക്കാൻ പോകുന്നുമില്ല. ഇവളുടെയും ഇവളുടെ വീട്ടുകാരുടെയും മുഖംമൂടി എന്തായാലും ദേവമംഗലത്തുള്ള എല്ലാവരെയും അറിയിക്കണം. എൻ്റെ അച്ഛനും അമ്മയും കുറച്ച് സങ്കടപ്പെടും, എന്നാലും സാരമില്ല, ജീവിതകാലം മുഴുവൻ അവർ വിഡ്ഢികളായി ജീവിക്കുന്നേക്കാൾ എത്രയോ നല്ലതാ കുറച്ച് നേരത്തേക്കുണ്ടായ താൽക്കാലികമായ സങ്കടം എന്നൊക്കെ ആനന്ദ് സ്വയം ഇങ്ങനെ പറയുവാണേ. അപ്പോഴാണ് അവിടെ ഹോസ്പിറ്റലിൻ്റെ ഭിത്തികളിലൊക്കെ കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഫോട്ടോ കാണുക. അപ്പോൾ അത് കാണുമ്പോൾ ആനന്ദിൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവുക. ദേവി പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ ശരിക്കും ഒരു അച്ഛനാവാൻ പോവല്ലേ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു കുഞ്ഞ് എനിക്കും ഉണ്ടാവാൻ പോവല്ലേ എന്നൊക്കെ ആനന്ദ് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ പരൊരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? ദേവി ഇക്കാര്യത്തിൽ എന്നെ ചതിക്കില്ലായിരിക്കും, അവൾ ശരിക്കും പ്രഗ്നൻ്റ് തന്നെ ആയിരിക്കാം എന്നൊക്കെ ആനന്ദിൻ്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. എന്തായാലും ആനന്ദ് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുഞ്ഞാവനെ കാണുമ്പം ആനന്ദിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ശരിക്കും താനൊരു അച്ഛനായാൽ മതിയായിരുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ആനന്ദ് ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.